നമ്മൾ പറയാൻ പോകുന്നത് ഏബിൾസ് തിയറമാണ്. ഈ തിയറം മെയിനായിട്ട് പറയുന്നത് if y1 and y2 are two solutions of the second order linear differential equation L of y and y of equal to y double dash plus p of t into y dash plus q of t, y equal to 0, where coefficients p and q are continuous on an open interval I, then Wronskian y1 y2 of t is given by c equal to c exponential of minus integral p of t dt, where c is a certain constant that depends on y1 and y2 but not on t. Further, Wronskian of y1 y2 of t is either 0 for all t in I if c equal to 0, or else c is never, or else in never 0 if c is not equal to 0. ഈ തിയറം മെയിനായിട്ട് പറയുന്നത് ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവുകയാണെങ്കിലും രണ്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, y1 ആൻഡ് y2. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ L of y equal to y double dash plus p of t, y dash plus q of t into y equal to 0. ഇതിൽ y1ഉം y2ഉം അപ്ലൈ ചെയ്തപ്പോൾ y1 double dash plus p of t into y1 dash plus q of t into y dash equal to 0. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. പിന്നെ അതേമാതിരി തന്നെ y2 double dash plus p of t y dash y2 dash plus q of t into y2 equal to 0. അത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. പിന്നെ അങ്ങനെ ചെയ്ത് വരുമ്പം ഈ ഇക്വേഷൻ 1ൽ മൈനസ് y2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും, പിന്നെ അതേമാതിരി ഇക്വേഷൻ 2ൽ y1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടും, y2 ഡബിൾ ഡാഷ് മൈനസ് y1 ഡബിൾ ഡാഷ് ഇൻറ്റു y2 പ്ലസ് p of t y1 y2 ഡാഷ് മൈനസ് y1 ഡാഷ് y2 ഈക്വൽ ടു 0. ആ ഇക്വേഷനിൽ നമ്മൾ Wronskian ചെയ്യുമ്പോൾ Wronskian ഓഫ് y1 y2 ഈക്വൽ ടു, Wronskiൻ്റെ ഇക്വേഷൻ എന്താ, y1 y2 y ഡാഷ് y1 y ഡാഷ് y2 y ഡാഷ് എന്നാണ് Wronskiൻ്റെ ഇക്വേഷൻ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ y1 Wronskian w ഡാഷ് ഈക്വൽ ടു y1 dash into y2 dash plus y1 dash into y2 double dash minus y2 dash into y1 dash plus y2 dash into y1 double dash. അപ്പം കിട്ടും y1 dash into y2 double dash minus y1 double dash y2 dash. അപ്പം w dash plus p of t w equal to 0 ആയിട്ട് കിട്ടും ഈ തേർഡ് ഇക്വേഷനിൽ, വിച്ച് ഈസ് എ ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എ സ്റ്റാൻഡേർഡ് ഫോമിലായിട്ട് എഴുതുന്നതാണ്. ഈ തന്ന ഇക്വേഷൻസിൽ കോഎഫിഷ്യൻസ് ഓഫ് p of t കണ്ടിന്യൂസ് ആണ് അതിൽ. അപ്പം ഇക്വേഷന് നമുക്കായിട്ട് എഴുതാം Wronskian ഓഫ് t ഈക്വൽ ടു c എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് p of t dt. അതിൽ c കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ആ cൻ്റെ വാല്യൂ L of y ഈക്വൽ ടു 0 നമ്മൾ ചൂസ് ചെയ്യുന്ന മാതിരി ആയിരിക്കും. സിൻസ് ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈസ് നെവർ 0, Wronskian of y1 y2 of t equal to c exponential of integral of p of t dt is not 0 unless c equal to 0, in which case Wronskian of t equal to 0 for all t. Therefore Wronskian of t Wronskian of y1 y2 of t is either 0 for all t in I, or else is never 0 in I. ഇതിൽ Wronskian 0 അല്ലെങ്കിൽ Wronskian 0 അല്ലെങ്കിൽ നോൺ സീറോ എന്നതാണ് പി ഓഫ് ടീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ c ഈക്വൽ ടു 0 ആണെങ്കിൽ
റോങ് സ്കെയിൻ ഓഫ് ടി 0 ആയിരിക്കും ഫോർ ഓൾ ടിയിൽ. പിന്നെ സി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റോങ് സ്കെയിൻ ഈക്വൽ ടു നോട്ട് ഈക്വൽ 0 ആയിരിക്കും. ആ 0 ആവില്ല ഫോർ ഓൾ ടിയിൽ.